1972 ജൂലൈ 2-ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാക് പ്രധാനമന്ത്രിയും ഒപ്പുവെച്ച സിംല കരാർ. അതുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞ അസീം മുനീറിനെ അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. എന്താണ് പാകിസ്ഥാനിൽ പട്ടാള മേധാവിക്കും പ്രധാനമന്ത്രിക്കും ഇടയിൽ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഈ സിംല കരാർ എന്ന് പറയുന്ന ഒരു നിർജീവ രേഖയാണ്. ഇനി അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പോകണ്ട. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രാജ്യാന്തര തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് രാജ്യാന്തര തലത്തിൽ തന്നെ പരിഹരിച്ചാൽ മതി. സിംല കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇനി ചർച്ച ചെയ്യേണ്ട. പറയുന്നത് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. അപ്പോൾ ഖ്വാജ ആസിഫ് ഇത്തരമൊരു നിലപാടെടുത്തോടുകൂടി പാകിസ്ഥാൻ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇയാൾ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും ഇസ്ലാമാബാദിൽ ഇത് സംബന്ധിച്ച് ആഭ്യന്തരമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതും ശരിയായ ഒരു വസ്തുതയാണ്. പക്ഷേ പെട്ടെന്ന് ഈ സിംല കരാർ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല, ഇന്ത്യക്ക് ഇതിനകത്ത് യാതൊരു ബാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഖ്വാജ ആസിഫ് കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടി പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രാലയം വല്ലാതെ ഭയപ്പെട്ടു. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഏറ്റവും അധികം കിട്ടുന്നത് ഇന്ത്യക്കാണ്. അപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അതുപോലെ തന്നെ ആസിഫ് മുനീർ എന്ന് പറയുന്ന അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി, ഇവരെല്ലാം കൂടെ പരസ്പരം ചർച്ച ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പ്രതിരോധ മന്ത്രിയുടെ ഈ നിലപാട് നമുക്ക് നേരെയുള്ള ബൂമറാങ് ആയിട്ട് വരും. കാരണം ഇന്ത്യ ഇപ്പോൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. പക്ഷേ പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളും ഒരുപക്ഷെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ആ സമയത്ത് സിന്ധു പ്രവിശ്യ ഉൾപ്പെടെ ഇന്ത്യ പിടിച്ചെടുത്തതാണ്. പക്ഷേ പിന്നീട് 1972 ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭരണാധികാരികൾ ചേർന്നാണ് സിംല കരാർ ഒപ്പുവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോട്ടെ, അല്ലെ ആ പ്രോബ്ലം സോൾവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇന്ത്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇതാണ് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ റദ്ദാക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അവർക്കെതിരെ പല നടപടികൾ സ്വീകരിച്ചു. ഇപ്പം വാഗ അട്ടാരി അതിർത്തി അടച്ചു, ട്രേഡ് നിർത്തലാക്കി, അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ വിച്ഛേദിച്ചപ്പോൾ അവർ തിരിച്ചും ഇപ്പോൾ സിന്ധു നദീജല കരാറിൽ നമ്മൾ പിന്മാറി. അപ്പോൾ അവർ തിരിച്ചും നമുക്ക് എന്തെടുത്തു, സിംല കരാർ ഞങ്ങൾ റദ്ദാക്കി, നിങ്ങളുടെ വ്യോമപാത ഞങ്ങൾ അടച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊരു ഔദ്യോഗിക നിലപാട് വന്നിരുന്നില്ല. ഇപ്പം ഈ ഖ്വാജ ആസിഫ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ അത്തരം ഒരു കാര്യത്തിൽ ഔദ്യോഗികമായ നിലപാടെടുത്തുവെന്നും ഇനി സിംല കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ LOC, ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിംല കരാറുമായി ബന്ധപ്പെട്ട് അല്ലെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സാങ്കല്പിക രേഖയാണ്. ഇപ്പോൾ ഇതിന് സമീപത്തുള്ള ഈ സിന്ധു ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രവിശ്യകളൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വിട്ടുകൊടുക്കണം, ഇന്ത്യയെ ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് പാകിസ്ഥാന് വലിയ അപകടകരമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ ഖ്വാജ ആസിഫിൻ്റെ പ്രസ്താവനകൾ പാകിസ്ഥാനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നേരത്തെ ഖ്വാജ ആസിഫ് തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിട്ടന് വേണ്ടിയിട്ടൊക്കെ ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യമാണ്. ഇതിന് സമാനമായ ഒരു രീതിയിൽ പ്രസ്താവന നടത്തുമ്പോൾ പാകിസ്ഥാനാണ് വല്ലാതെ പ്രതിരോധത്തിലാകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് പോസിറ്റീവായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കാനുള്ള മാർഗം എന്നിട്ട് പറയാണ്, രാജ്യാന്തര തലത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ തീരുമാനമെടുത്തിട്ടില്ല, പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു ഡിസിഷൻ എടുത്തില്ല എന്ന് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വക്താവ് പരസ്യമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ പാക് പ്രധാനമന്ത്രിക്ക് വേണ്ടി ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കുകയാണെങ്കിൽ അത് ഡിഫൻസ് മിനിസ്റ്ററായ ഖ്വാജ ആസിഫിനെതിരെയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് പാകിസ്ഥാന് ശല്യമായി തീരുന്ന, തലവേദന ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ഖ്വാജ ആസിഫിനെ എന്ത് ചെയ്യണം? പിടിച്ചങ്ങ് ജയിലിലിട്ടാലോ? കാരണം അവിടുത്തെ ജനങ്ങൾ പോലും ഇയാളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ബിലാവൽ ഭൂട്ടോ വന്നിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ സിന്ധു നദീജലത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ കൂടെ ചോരപ്പുഴ ഒഴുക്കും എന്നൊക്കെ പറയും. നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. കാരണം എന്താ, നമ്മൾ ആ വെള്ളം കൊടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം ചർച്ച നടത്താം, നമുക്ക് ഞങ്ങൾക്കൊന്ന് വെള്ളം തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് 4 കത്തുകൾ നമുക്ക് അയച്ചു. കാരണം രാജ്യാന്തര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ അടുത്ത് കാല് പിടിക്കണമെങ്കിൽ അങ്ങനെ, എന്തായാലും ഈ സിന്ധു നദീജലത്തിലെ വെള്ളം ഞങ്ങൾക്ക് തരാതിരിക്കരുത്. ഇപ്പോൾ ഈ വെള്ളം കിട്ടാത്തതുകൊണ്ട് പാകിസ്ഥാനിലെ സിന്ധു മേഖല ഏതാണ്ട് വരണ്ടുണങ്ങുന്ന അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ റാബി കൃഷിയുടെ വിളവെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളത്തിന് വളരെ ആവശ്യമുണ്ട്. ഈ വെള്ളമാണ് ഇപ്പോൾ അവിടെ കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് അവർ അങ്ങ് നീങ്ങുകയാണ്. അപ്പോൾ ആണവായുധ ഭീഷണി പോലും നമുക്കെതിരെ ഉന്നയിച്ചിട്ടും പേടിക്കാത്ത നമ്മൾ ഇപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് പിടിച്ചാൽ നമ്മൾ എല്ലാം ചെയ്യും. അപ്പോൾ
ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങളിവിടെ വെള്ളത്തിന് വരെ രക്തം ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഇപ്പുറത്ത് വന്ന് കാല് പിടിക്കും. അപ്പോൾ പാകിസ്ഥാൻ്റെ തന്ത്രം ഇതാണ്. കാരണം മത തീവ്രവാദികളായ ഭീകരവാദികളായ കുറേ അധികം ആളുകൾ പാകിസ്ഥാനുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് പോലെ ചില പ്രസ്താവനകൾ നടത്തണം. അങ്ങനെ നടത്തിയില്ലെങ്കിൽ അവിടുത്തെ ജനം പോലും ഇവർക്കെതിരാം. എന്നിട്ടാണ് ഇപ്പുറത്തോടെ വന്നേച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വിട്ടുതരണേ, ഞങ്ങൾ കാല് പിടിക്കാവേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് രാജ്യാന്തര തലത്തിൽ അതിനൊരു ചർച്ച സോൾവ് പരിഹാരം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഭീകരവാദം നമ്മൾക്കെതിരെ പാകിസ്ഥാൻ തുടരും, വീണ്ടും നമ്മൾ തിരിച്ചടി കൊടുക്കും. ഇതാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. പക്ഷേ പാകിസ്ഥാൻ മീഡിയ, പാകിസ്ഥാനിലെ ഭരണകൂടം എപ്പോഴും പറയുന്നത് എന്താ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൽ ഒരിക്കൽ പോലും പാകിസ്ഥാൻ പരാജയപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ നമ്മുടെ ജയിക്കാത്ത രാജ്യമാണ്. പക്ഷേ അവർ ആ മീഡിയയിലൂടെ അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുകയും അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഇപ്പുറത്തോടെ വന്ന് നമ്മുടെ കാല് പിടിക്കുകയും ചെയ്യും. ഇവിടെ ഖ്വാജ ആസിഫ് എടുത്ത തീരുമാനം പാകിസ്ഥാനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കി. അപ്പോൾ ഇയാളെ തള്ളിപ്പറയുക എന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. അവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾ, പാർലമെന്റ് അംഗങ്ങളൊക്കെ പറഞ്ഞു ഖ്വാജ ആസിഫിനെ പദവിയിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ അയാളെ പിടിച്ച് ജയിലിലിരുന്നൊരു സാഹചര്യം വന്നാൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. ഇല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിനിജി പറഞ്ഞതെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. 4 കത്തോളം ഇന്ത്യക്ക് അയച്ചു. ഇന്ത്യ ആദ്യം കത്തയച്ചപ്പോൾ ഇരിക്കട്ടെ, അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത 2ാമത്തെ 3ാമത്തെ 4ാമത്തെ വന്നപ്പോൾ ഇന്ത്യ അത് വിദേശകാര്യ മന്ത്രാലയത്തിന് ആ കത്ത് നൽകി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. മാത്രമല്ല പല UN-ലൊക്കെ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം തരണം, വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ത്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ട ഭീകരരെ ഞങ്ങൾക്ക് തരൂ, തീവ്രവാദം അവസാനിപ്പിക്കൂ എന്ന് നിങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അത് കൃത്യമായി ചെയ്യൂ. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം തരുന്ന കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായും ഒരു ഉറച്ച തീരുമാനവും നിലപാടും സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ ഖ്വാജയുടെ പല അഭിപ്രായങ്ങളും എനിക്ക് തോന്നുന്നു BBC-യിലാണെന്ന് തോന്നുന്നു കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഞങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും വേണ്ടിയാണ് തീവ്രവാദികളെ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞത് വലിയ തിരിച്ചടിയെ. പാകിസ്ഥാനിൽ തീവ്രവാദമുണ്ട് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതുവരെ നയതന്ത്രമായ ഒരു പ്രഹരം പാകിസ്ഥാന് നൽകിയിട്ടില്ല. നമ്മൾ അടിക്കും, നമ്മൾ അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ചടിക്കും. അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഭീകര താവളങ്ങളും ഒക്കെ നമ്മൾ ആക്രമിക്കും. അതോടെ കഴിഞ്ഞു. പിന്നീട് അടുത്ത അവരുടെ പ്രകോപനം വരെ നമ്മുടെ ഭാഗത്തു നിന്നൊരു അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും പോകത്തില്ല. പ്രകോപനത്തിന് വരുമ്പോൾ തിരിച്ച് നമ്മൾ അതിൻ്റെ ഇരട്ടിക്ക് കൊടുക്കും. പക്ഷേ ഇത്തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത തീരുമാനം ഇതിനൊരു അവസാനം ഉണ്ടാകണം, അന്ത്യമുണ്ടാകണം. അതിന് നയതന്ത്രമായ പ്രഹരമാണ് പാകിസ്ഥാൻ നൽകേണ്ടത്. അതിലൂടെ മാത്രമേ നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാകിസ്ഥാൻ നന്നാവുകയുള്ളൂ. പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. കാരണം വെള്ളമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുൻപ് പറഞ്ഞൊരു വാർത്തയാണ് പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയുടെ വീട് ആളുകൾ കത്തിച്ചു എന്നുള്ളത്. വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുകയാണ്. ഈ സമയത്താണ് സിംല കരാറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ തലപൊക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഷെഹ്ബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തലവേദനയാണ്. അത്തരം കരാറുകൾ ഞങ്ങൾ ഇനി പാലിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കാണെന്ന് മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് പാകിസ്ഥാനിൽ ഇരിക്കുന്നവരെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സമയത്ത് പറയേണ്ടത്. ശരിക്കും സിന്ധു നദീജല കരാർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞത് ഈ പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവകാശമാണ് സിന്ധു നദിയിലെ ഓരോ തുള്ളി ജലവും. ഇതൊന്നും കേട്ടിട്ട് നമ്മൾ അനങ്ങിയില്ല. നമ്മൾ അനങ്ങാതിരുന്നപ്പോൾ വിചാരിച്ചു എന്തൊക്കെ യുദ്ധമുണ്ടായാലും സിന്ധു നദീജല കരാർ ഫ്രീസ് ചെയ്യുന്ന നടപടി ഇന്ത്യ ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്താൽ ആ വെള്ളം നമ്മൾ എവിടെ സംഭരിക്കും, എങ്ങോട്ടേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി, ഇതായിരുന്നു അവരുടെ ചിന്ത. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള ജലത്തിന് ക്ഷാമമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ നദിയിലെ വെള്ളത്തെ ഒഴുക്കി വിടാനായിട്ട് പോകുന്നു. ഇപ്പം ബിയാസ് നദിയിലെ ജലം ഇപ്പം നമ്മൾ രാജസ്ഥാനിലെ ഗംഗാ നഗറിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഏതാണ്ട് 130 കിലോമീറ്ററോളം നീളത്തിൽ നമ്മൾ കനാൽ നിർമ്മിക്കും. കൂടാതെ രാജസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ നമ്മൾ ഈ വെള്ളം കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഇതിന് 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ നിർമ്മിക്കണം. നിലവിൽ നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പണി ആരംഭിച്ചാൽ ഏതാണ്ട് 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്നാണ് നമ്മുടെ പദ്ധതി. പക്ഷേ ഇന്ത്യ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളത് 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. അങ്ങനെ ഈ വെള്ളം എന്ത് ചെയ്യുമെന്നുള്ള അവരുടെ സംശയത്തിനൊരു തീരുമാനമായി. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാന് തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഈ സിന്ധു നദീതടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ സിന്ധു നദീതടത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം. അപ്പോൾ നേരത്തെ ഉണ്ടായ ഒരു കരാർ അനുസരിച്ച് ഇപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ രവി, ബിയാസ്, സത്ലജ് ഈ നദികളിലെല്ലാം നിയന്ത്രണം ഇന്ത്യക്കാണ്. ഇനി പടിഞ്ഞാറേക്ക് ഒഴുകുന്ന സിന്ധു, ജലം, ചെനാബ് നദികളുടെ നിയന്ത്രണമാണ് പാകിസ്ഥാനുള്ളത്. ഈ സിന്ധു നദീജല വെള്ളം ഒഴുകുന്ന ഭാഗത്തെ
പ്രയോജനപ്പെടുത്തിയാണ് പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ 80% കഴിയുന്നത്. അവിടേക്കാണ് നമ്മൾ പുതിയ പദ്ധതിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഈ വെള്ളം മുഴുവൻ നമ്മൾ യമുന നദിയിലേക്കും ഗംഗാ നദിയിലേക്കും മാറ്റി ഒഴുക്കാൻ പദ്ധതി ഇടുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകിയാലല്ലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിനു മുമ്പ് കനാലുകൾ നിർമ്മിച്ച് നമ്മുടെ യമുനയിലേക്കും ഗംഗയിലേക്കും ഒക്കെ വെള്ളം തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഖ്വാജ ആസിഫിനുള്ള മറുപടി കൂടിയാണ്. കാരണം ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചകളും പ്രശ്നങ്ങളും ഒന്നും നടത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ തന്നെയാണ് ഔദ്യോഗിക നീക്കം നടക്കാത്ത പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഖ്വാജ ആസിഫ് പറയുന്നത്, ഞങ്ങൾ ഈ സിംല കരാർ പിൻവലിച്ചിരിക്കുന്നു, ഇനി ഇതിനകത്ത് യാതൊരു ചർച്ചയുമില്ല, അത് കാലഹരണപ്പെട്ട കരാറാണ്, ചത്ത കരാറാണ്, നമ്മൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കണം, അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം, കാലാനുസൃതമായ ചേഞ്ച് വേണമെന്ന് ആവശ്യപ്പെട്ട് 2023 ജനുവരിയിലും 2024 സെപ്റ്റംബറിലും 2 കത്ത് പാകിസ്ഥാൻ അയച്ചു. അന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടിക്കുകയും ഈ നദിയിലെ വെള്ളം മുഴുവൻ നമ്മുടെ വെള്ളം കിട്ടാത്ത സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പാകിസ്ഥാന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കാണ്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കമോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അസീം മുനീറും അതുപോലെ തന്നെ ഈ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫോട് കൂടിയാലോചിച്ചപ്പോൾ കുറ്റവാളി ഇപ്പോൾ പ്രതിരോധ മന്ത്രിയാണ്, അതായത് ഖ്വാജ ആസിഫാണ് കുറ്റവാളി. അപ്പോൾ ഖ്വാജ ആസിഫിനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കുള്ളൂ. നിലവിൽ ഇന്ത്യ യാതൊരുവിധ ചർച്ചയ്ക്കും ഇല്ല. കാരണം സിന്ധു നദീജല കരാർ ഞങ്ങൾ റദ്ദാക്കി, വെള്ളം കൊടുക്കില്ല, നിങ്ങൾ പട്ടിണി കിടന്ന് തത്വം ഞങ്ങളുടെ വിഷയമൊന്നുമല്ല. പക്ഷെ അപ്പോഴും ഈ ഖ്വാജ ആസിഫ് എന്ന് വെച്ച് പറയുകയാണ്, ഈ കരാർ ഞങ്ങൾ റദ്ദാക്കാൻ തീരുമാനിച്ചു, ഇസ്ലാമാബാദിൽ വലിയ ചർച്ച നടത്തുന്നുണ്ട്, ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഔദ്യോഗികമായ തീരുമാനമൊന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കതറിയേണ്ട കാര്യമില്ല, പാകിസ്ഥാൻ തീരുമാനിച്ചു, ഇവിടുത്തെ ഓരോ തുള്ളി വെള്ളവും ഞങ്ങളുടേതാണ്, അതുകൊണ്ട് തന്നെ ഈ സിംല കരാറുമായി ബന്ധപ്പെട്ട പുനർചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇത് പാകിസ്ഥാൻ അപകടം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ നീക്കം ഖ്വാജ ആസിഫിനെ പിടിച്ച് ജയിലിലിടാനാണ്. കാരണം അയാളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ തൽക്കാലം അവിടുത്തെ ജനങ്ങളും അടങ്ങും, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നവും പരിഹരിക്കും. കാരണം 30 വർഷമായിട്ട് ഞങ്ങൾ ഭീകരവാദത്തെ വളർത്തുന്ന പറഞ്ഞ ആളാണ് ഈ പ്രതിരോധ മന്ത്രി. അപ്പം പ്രതിരോധ മന്ത്രിയെ പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമാണോ? അല്ല, അത് ഒരു കാര്യമല്ല. പ്രധാനമന്ത്രിയെ ജയിലിലിട്ടിരിക്കുന്ന രാജ്യമാണ്, പിന്നെയാണ് ഇനി ഒരു പ്രതിരോധ മന്ത്രി. പാകിസ്ഥാൻ ഇതല്ല, ഇതിനപ്പുറവും കാണിക്കുക. പക്ഷെ ഖ്വാജ ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.